ഔഷധഗ്രാമം പദ്ധതിയുടെ ഭാഗമായി കല്യാശ്ശേരി മണ്ഡലത്തിൽ ഇറക്കിയ കുറുന്തോട്ടി കൃഷിയിൽ രണ്ടാം ഘട്ടത്തിലും 100 മേനി 100 ഏക്കറിലാണ് രണ്ടാം ഘട്ടത്തിൽ കൃഷി ഇറക്കിയത്. വിളവെടുപ്പ് ഉദ്ഘാടനം എം വിജിൻ എംഎൽഎ നിർവഹിച്ചു. സംസ്ഥാന കൃഷി വകുപ്പ്, ഔഷധി, മെഡിസിനൽ പ്ലാന്റ് ബോർഡ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, മറ്റത്തൂർ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്നിവയുടെ സഹകരണത്തോടെയാണ് കല്യാശ്ശേരി മണ്ഡലത്തിൽ ഔഷധഗ്രാമം പദ്ധതി നടപ്പാക്കുന്നത്. ആദ്യഘട്ടത്തിൽ 25 ഏക്കറിലും രണ്ടാം ഘട്ടത്തിൽ മണ്ഡലത്തിലെ 100 ഏക്കറിലുമാണ് ഔഷധ കൃഷി ഇറക്കിയത്. പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ മികച്ച ജൈവ കാർഷിക നിയോജക മണ്ഡലത്തിനുള്ള സംസ്ഥാന പുരസ്കാരവും കഴിഞ്ഞ വർഷം കല്യാശ്ശേരി മണ്ഡലത്തിന് ലഭിച്ചിരുന്നു. വിളവെടുത്ത കുറുന്തോട്ടിയും വിത്തും പൊതുമേഖലാ സ്ഥാപനമായ തൃശൂരിലെ മറ്റത്തൂർ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി വഴി ഔഷധിയാണ് ശേഖരിക്കുന്നത്. രണ്ടാം ഘട്ട പദ്ധതിയുടെ ഭാഗമായി കൃഷി ചെയ്ത കുറുന്തോട്ടിയുടെ വിളവെടുപ്പ് എം വിജിൻ എംഎൽഎ നിർവഹിച്ചു. കർഷകർക്ക് മികച്ച വരുമാനമാണ് കൃഷിയിലൂടെ ഉറപ്പാക്കുന്നതെന്ന് എംഎൽഎ പറഞ്ഞു. കഴിഞ്ഞ വർഷം 25 ഏക്കർ, ഇപ്പോൾ 100 ഏക്കർ. സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകാരം ഉൾപ്പെടെ ഈ ഔഷധഗ്രാമം പദ്ധതിക്ക് ഇതിനകം തന്നെ വാങ്ങിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നേരത്തെ തന്നെ നമ്മൾ പ്രഖ്യാപിച്ചതാണ്, ഒരു സൊസൈറ്റി ഇതിനായിട്ട് രൂപീകരിക്കും. ആ സൊസൈറ്റിയുടെ നടപടിക്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വേഗതയിൽ തന്നെ ഈ 2025 ആദ്യത്തിൽ തന്നെ നമ്മളിപ്പോൾ സൊസൈറ്റി കൂടി തുടങ്ങാനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. സൊസൈറ്റി കൂടി വരുന്നതോടുകൂടി കർഷകർക്ക് കൂടുതൽ സഹായപ്രദമായ കർഷകരുടെ ഒരു സംഘം എന്ന നിലയിലേക്ക് തന്നെ അതിൻ്റെ പ്രവർത്തനം മാറുകയാണ്. ഇതിൽ ഇനി വരാനിരിക്കുന്ന വർഷങ്ങളിൽ പുതിയ ആയുർവേദ സസ്യങ്ങളെ കൂടി കൃഷി ചെയ്യുക എന്ന ആലോചന കൂടി ഔഷധഗ്രാമം ഇപ്പോൾ മുന്നോട്ട് വെക്കുകയാണ്. അതിൻ്റെ ചില ചർച്ചകളും ആലോചനകളും ഇപ്പോൾ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും 100 ഏക്കറിൽ കുറുന്തോട്ടി എന്നത് വളരെ അഭിമാനപൂർവമായ ഒരു വിളവെടുപ്പിന് കല്യാശ്ശേരി മണ്ഡലം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നു. ഏഴോം പഞ്ചായത്തിലെ പാറമ്മലിൽ നടന്ന ചടങ്ങിൽ ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ.എൻ. ഗീത, കെ. മനോഹരൻ, ഇ.ടി. വേണുഗോപാൽ, കല്യാശ്ശേരി ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ. സതീഷ് കുമാർ, പി.ടി. ബുഷറ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.